തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. സാമ്പത്തിക ദുർവ്യയത്തിലാണ് രൂക്ഷ വിമർശനം. വരവ് ചെലവ് കണക്കുകൾ സൂക്ഷിക്കുന്നതിൽ ദേവസ്വം ബോർഡ് പരാജയം എന്നാണ് ഹൈക്കോടതി പറയുന്നത്. 2014-15 സാമ്പത്തിക വർഷത്തെ കണക്കുകൾ 10 വർഷത്തിന് ശേഷവും ക്രമീകരിക്കാനായില്ല. 7 ലക്ഷം രൂപയുടെ വൗച്ചറുകൾ ഇതുവരെയും കണ്ടെത്താനായില്ലെന്നും ഹൈക്കോടതിയുടെ വിമർശനം. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. വിഷ്ണു, ഇത് ഏത് സാഹചര്യത്തിലാണ് ദേവസ്വം ബോർഡിന് ഈ രൂക്ഷ വിമർശനം ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്ന ഹൈക്കോടതിയിൽ നിന്ന്? വിഷ്ണു, ഉന്മേഷ, മുൻ ഡെപ്യൂട്ടി കമ്മീഷണർ അദ്ദേഹത്തിന്റെ ആനുകൂല്യം, വിരമിക്കൽ ആനുകൂല്യം തടഞ്ഞുവെച്ചതുമായി ബന്ധപ്പെട്ട് ഹർജി ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തിരുന്നു. അതിന്മേലാണ് ദേവസ്വം ബോർഡിനോട് മറുപടി ചോദിച്ചത്. ആ ഘട്ടത്തിലാണ് ഓംബുഡ്സ്മാൻ ചില കാര്യങ്ങൾ ഹൈക്കോടതിയെ അറിയിച്ചത്. 21 ലക്ഷത്തിന്റെ പെൻഡിംഗ് വൗച്ചറുകൾ ഈ ഡെപ്യൂട്ടി കമ്മീഷണർ നൽകാനുണ്ടായിരുന്നു. അതിന്റെ കണക്കുകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടു. അതിൽ 15 ലക്ഷത്തിന്റെ കണക്കുകൾ മാത്രമാണ് ഹാജരാക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനായത്. 7 ലക്ഷത്തിന്റെ കണക്കുകൾ ഹാജരാക്കാനായില്ല. ആ പശ്ചാത്തലത്തിലാണ് ഹൈക്കോടതി അതിരൂക്ഷ വിമർശനം ഉന്നയിച്ചത്. വരവ് ചെലവ് കണക്കുകൾ സൂക്ഷിക്കുന്നതിൽ ദേവസ്വം ബോർഡ് പരാജയമാണ്. പ്രത്യേകിച്ച് 2014-2015 വർഷത്തെ കണക്കുകൾ സൂക്ഷിക്കാനായിട്ടില്ല. 10 വർഷത്തിന് ഇപ്പുറവും അത് ഡിജിറ്റലൈസ് ചെയ്യാനായിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളാണ് ദേവസ്വം ബെഞ്ച് അതിരൂക്ഷ വിമർശനമായി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ബോർഡിൽ ആഴത്തിൽ വേരൂന്നിയ വ്യവസ്ഥാപിതമായ തകരാറാണെന്നാണ് ഹൈക്കോടതിയുടെ പരാമർശവും നിരീക്ഷണവും ഉണ്ടായിട്ടുള്ളത്. എത്രയും പെട്ടെന്ന് ഈ കണക്കുകളൊക്കെ ഡിജിറ്റലൈസ് ചെയ്യാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഡിജിറ്റലൈസ് ചെയ്യാതിരിക്കുന്നിടത്തോളം കാലം ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ പിന്നീട് വരാനുള്ള സാധ്യതയുണ്ടെന്നും നിലവിൽ ദേവസ്വം ബെഞ്ച് പറഞ്ഞിട്ടുണ്ട്. അടുത്തവണ ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിൽ ദേവസ്വം കമ്മീഷണർ അടക്കമുള്ള ആളുകൾ ഹൈക്കോടതിയിൽ ഹാജരായി ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള നിലപാടുകൾ അറിയിക്കണമെന്നാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഉന്മേഷ്, ശരി. വിഷ്ണു സുരേഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.